ആശുപത്രികളുടെ പ്രവർത്തനത്തെ ഒരു തരത്തിലും സമരം ബാധിക്കരുതെന്ന് ഹൈക്കോടതി. ആശുപത്രികളിലേക്കുള്ള പ്രവേശനം തടയരുത്, ആശുപത്രി പരിസരത്ത് ഒരു തരത്തിലുള്ള ഇടപെടലുകളും പാടില്ല, ജോലിക്ക് കയറുന്നവരെ തടയരുതെന്നും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ബിനിൽ, സ്വകാര്യ ആശുപത്രികളിലെ സമരം വളരെ ശക്തമായി തന്നെ മുന്നേറുന്ന ഒരു സാഹചര്യത്തിലാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ. എന്തൊക്കെയാണ് ഈ സമരക്കാർക്ക് ഇപ്പോൾ കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ? ശ്രീജ, നഴ്സുമാരുടെ സമരം സംസ്ഥാന വ്യാപകമായി കൂടുതൽ ആശുപത്രികളിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സ്വകാര്യ ആശുപത്രി ഉടമകളുടെ സംഘടന ഹൈക്കോടതിയെ സമീപിച്ചത്. അടിയന്തരമായി ഇതിൽ ഇടപെടണമെന്ന് അവർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഒരു അടിയന്തര ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഈ സമരത്തെ കോടതി നിരോധിച്ചിട്ടില്ല, പക്ഷേ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതൊരു തരത്തിലും ആശുപത്രികളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടാവരുത് എന്നതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ആശുപത്രികളുടെ പ്രവർത്തനത്തെ ഒരു തരത്തിലും ഈ സമരം ബാധിക്കാൻ പാടില്ല. അത് ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന സർക്കാരും സംസ്ഥാന പോലീസ് മേധാവിയുമാണ്. എല്ലാ ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർക്കും ഇത് സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശം നൽകാനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഒരു ആശുപത്രിയുടെയും മുന്നിൽ സമരങ്ങൾ പാടില്ല. ആശുപത്രിയുടെ പ്രവേശനം കവാടത്തിൽ സമരം ചെയ്ത് ആ ആശുപത്രിയിലേക്കുള്ള പ്രവേശനത്തെ ഒരു തരത്തിലും തടസ്സപ്പെടുത്താൻ പാടില്ല. ആശുപത്രിയുടെ പരിസരത്ത് ഒരു തരത്തിലുള്ള ഇടപെടലും പാടില്ല എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ സമരം ചെയ്യാത്ത നഴ്സുമാരുണ്ട്. അവരെ ഈ UNA സംഘടനയുടെ ഭാഗമായിട്ടുള്ളവർ ഭീഷണിപ്പെടുത്തുകയോ അവരെ ജോലിയിൽ നിന്ന് കയറാൻ ശ്രമിക്കുന്നവരെ പിന്തിരിപ്പിക്കുകയോ അതിൽ അവരെ തടസ്സപ്പെടുത്തുകയോ ചെയ്യരുത്. അങ്ങനെ വന്നാൽ അതിലും കർശനമായ നടപടിയെടുക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 13-ാം തീയതി ഹർജി വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഒരു തരത്തിലും ഈ സമരം ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ ഇനി ശ്രദ്ധിക്കേണ്ടത് പോലീസും സർക്കാരുമാണ്.